നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾക്ക് നമ്മുടെ ഭാഗത്ത് ചെറിയൊരു ഗീവ് അവേ ഒരു 18 അടിയുടെ തോട്ടിയാണ് നമ്മൾ എന്താ പറയുക ഗീവ് ആയിട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് എത്തിച്ചേക്കാം. അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തേക്കാം. 2 ഹോളുകൾ കാണാം. അതിനുശേഷം നമ്മൾ ഈ ഒരു സംഭവം ഇതിലേക്ക് ഇറക്കി കൊടുക്കുക. ജസ്റ്റ് സ്പാനർ വെച്ച് ഇത് നമുക്ക് മരത്തിൻ്റെ സൈസ് അനുസരിച്ചിട്ട് വലുതാക്കാനും ചെറുതാക്കാനും പറ്റുന്നതാണ്. നമ്മളിതിൽ ജസ്റ്റ് ഇങ്ങനെ ചരിക്കുക. അപ്പോൾ നമ്മളിത് ഇപ്പോൾ ഇവിടെ ഇത് ചാരി വെച്ചിട്ടുണ്ട്. അടിയിൽ ജസ്റ്റ് ലോക്ക് ചെയ്തിട്ടുണ്ട്. മുകളിലും അതേപോലെ തന്നെ നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കയറുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ട് ഇതേപോലെ നമുക്ക് കയറി പോകാനായിട്ട് പറ്റും. സബ്സിഡി നമുക്ക് 50% ആണ് വരിക. 50% ആണ്. 2500 നമുക്കിത് മേടിക്കാനായിട്ട് പറ്റും. 24 അടി ആണെങ്കിൽ നമുക്കൊരു 5250 ഒക്കെയാണ് ഏകദേശം ഒരു റേഞ്ച് വരുന്നത്. അത് നമുക്ക് സബ്സിഡിയിൽ മേടിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു 3000 രൂപയ്ക്കൊക്കെ തന്നെ മേടിക്കാനായിട്ട് പറ്റും. EMI നമുക്ക് ബജാജിന്റെ കാർഡ് ഉള്ളവർക്ക് ബജാജ് ഫിനാൻസ് ഉണ്ട്. ബ്രോ നമസ്കാരം. നമസ്കാരം. നമ്മുടെ സ്ഥാപനത്തിന്റെ ഡീറ്റെയിൽ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർക്ക് വേണ്ടി ഒന്ന് പറയാമോ? നമ്മുടെ സ്ഥാപനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഗ്രികൾച്ചർ മെഷീൻസ് ഒക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. മെഷീൻ ഹബ് എന്നാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തരം മെഷീൻസും അവൈലബിൾ ആണ്. എല്ലാത്തരം മെഷീൻസും നമുക്ക് സപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഓൾ കേരള നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഓൾ കേരള ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് സബ്സിഡി പുറത്ത് ഞാനൊരു ബോർഡ് കണ്ടായിരുന്നു. അതായത് 50% മുകളിൽ നമുക്ക് ഗവൺമെന്റ് സബ്സിഡിയോട് കൂടിയാണ് ചെയ്ത് കൊടുക്കുന്നത് അല്ലേ? നമ്മളിവിടെ മെയിനായിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് അഗ്രികൾച്ചർ ടൂൾസ് എന്ന് പറയുമ്പോൾ? അഗ്രികൾച്ചർ മെഷീൻസ് നമുക്ക് ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, കുറച്ച് മെഷീൻസ് ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കുള്ളൂ. പക്ഷേ നമുക്ക് എല്ലാതരം മെഷീൻസ് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ എന്താ പറയുക, പുല്ല് വെട്ടുന്ന മെഷീന്, തെങ്ങ് കയറുന്ന മെഷീന്, അതേപോലെ തന്നെ മരം മുറിക്കുന്ന മെഷീന്, ഇപ്പൊ ചെറിയ തോട്ടികള്, ലാഡറുകള്, പമ്പ് സെറ്റുകള്, സ്പ്രേയറുകള്, ഇങ്ങനെ വരുന്ന എല്ലാതരം എന്താ പറയുക അഗ്രികൾച്ചർ മെഷീൻസും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് സബ്സിഡി നമുക്ക് EMI അവൈലബിൾ ആണോ ഇവിടെ? സബ്സിഡി അവൈലബിൾ ആണ്. EMI നമുക്ക് ബജാജിന്റെ കാർഡ് ഉള്ളവർക്ക് ബജാജ് ഫിനാൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് ബജാജ് ഫിനാൻസും അതുപോലെ സബ്സിഡി ഒരുമിച്ച് കിട്ടില്ല. ഏതെങ്കിലും ഒന്ന് മാത്രമാണ് ലഭ്യമാവുക. ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് ഒരിക്കൽ കൂടി ഒന്ന് പറയാമോ? നമ്മുടെ സ്ഥാപനത്തിന്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ മരത്താക്കര എന്നാണ് നമ്മുടെ സ്ഥലത്തിന്റെ പേര്. നമ്മുടെ പാലിയേക്കര ടോൾ എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ജംഗ്ഷനാണ് ഈ മരത്താക്കര എന്ന് പറയുന്നത്. നമ്മൾ ഹൈവേയിൽ തന്നെയാണ്, ഹൈവേയോട് ചേർന്നിട്ട് തന്നെയാണ്. നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് എക്സാക്ട് ലൊക്കേഷൻ കിട്ടുമല്ലോ? കിട്ടും. നമുക്ക് ഇവിടെ ഉള്ള കുറച്ച് മെഷീൻസ് ഒന്ന് പറഞ്ഞുതരാമോ? അതിന് വിലകളും കാര്യങ്ങളും ഒന്ന് പറഞ്ഞാൽ. ഒന്ന് പറഞ്ഞുതരാം. ഇത് നമ്മുടെ ബ്രഷ് കട്ടറാണ്. നമ്മുടെ പുല്ല് വെട്ടുന്ന മെഷീനാണ്. 2 സ്ട്രോക്ക് വരുന്നതാണ്. 42.7 cc വരുന്ന ഒരു ബ്രഷ് കട്ടറാണ്. അതുപോലെ തന്നെ നമുക്ക് 2.5 മണിക്കൂർ നമുക്ക് എന്താ പറയുക മൈലേജും കിട്ടുന്നതാണ്. 2.5 മണിക്കൂർ 1 ലിറ്റർ നമുക്ക് 2.5 മണിക്കൂർ കിട്ടും. 2.5 മണിക്കൂർ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒപ്പം നമുക്ക് വരുന്ന ബ്ലേഡുകൾ ഈ 2 വരുന്നത്. നോർമൽ ഒരു ഈ 2 ടൈപ്പ് ബ്ലേഡുകളാണ് ഇതിന്റെ കൂടെ വരിക. സെപ്പറേറ്റ് വേണമെങ്കിൽ നമുക്ക് ബ്ലേഡ് മേടിക്കാനും കൂടി ഉള്ളതാണ്. സെപ്പറേറ്റ് ആയിട്ട് അത് നമുക്ക് ഇവിടെ കിട്ടുമല്ലോ? ഇവിടെ നമുക്ക് എക്സ്ട്രാ ചാർജ് വരും. ഇത് രണ്ടുമാണ് ഇതിന്റെ കൂടെ നമ്മൾ കൊടുക്കുന്നത്. അതിനോടൊപ്പം ഈ ഒരു നമ്മുടെ എന്താ പറയാ സേഫ്റ്റി ബെൽറ്റ് ഇതിന്റെ ഒപ്പം ഇട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതും ഇത്രയും സംഭവങ്ങളാണ് ഇതിന്റെ കൂടെ നമ്മുടെ ഈ ബ്രഷ് കട്ടറിൽ വരുന്നത്. ഇത് സബ്സിഡി ഉള്ളതാണ്? സബ്സിഡി ഉള്ളത് തന്നെയാണ്. ഇവിടെ എല്ലാം സബ്സിഡി ഉള്ളത് തന്നെയാണ്. സബ്സിഡി നമുക്ക് 50% ആണ് വരിക. 50% ആണ് വരിക. പ്രൈസ് എങ്ങനെയാണ് ഇതിന്റെ വരുന്നത്? പ്രൈസ് നമുക്ക് ഏകദേശം പ്രൈസ് ഒരു 15,000 രൂപയ്ക്കാണ് പ്രൈസ് വരുന്നത്. പിന്നെ സബ്സിഡി സ്കീമിൽ മേടിക്കുമ്പോൾ കുറച്ചും കൂടി വില കൂടും. എന്നിട്ട് 50% നമുക്ക് കിട്ടും. സബ്സിഡി എമൗണ്ട് കിട്ടും. ഇതിന്റെ വില ഇങ്ങനെ വ്യത്യാസപ്പെട്ട് നിൽക്കും അല്ലേ? വില എപ്പോഴും വ്യത്യാസമായിട്ട് വരും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്നുണ്ട്. ചെറിയൊരു വേരിയേഷൻസ് ഉണ്ടാവും. ഓക്കെ, ഇത് നമുക്ക് ഓൾ കേരള ചെയ്ത് കൊടുക്കുകയല്ലേ? ചെയ്ത് കൊടുക്കും. ഓൾ കേരള ചെയ്ത് കൊടുക്കും. നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ നമുക്ക് അയച്ചു കൊടുക്കാനോ പാർസൽ ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടോ? അതെ, കൊറിയർ സർവീസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 1.5 HP ഓർഡർ വരുന്നത്. ഇത് നമുക്ക് മെയിൻലി യൂസ് ചെയ്യുന്നത് ചെറിയ പർപ്പസുകളൊക്കെയാണ്. എന്താ പറയുക, അടിയിലത്തെ ഒരു ടാങ്കിൽ നിന്ന് മുകളിലത്തെ ടാങ്കിലേക്ക് വെള്ളം എത്തിക്കാനൊക്കെ ആയിട്ടുള്ള ചെറിയ പർപ്പസ് ഒക്കെയാണ് 1.5 HP വരുന്നത്. അതുപോലെ തന്നെ പിന്നെ വരുന്നത് ഈ 1.5 HP നമുക്ക് വാറന്റി ഉണ്ടോ? വാറന്റി വരുന്നതാണോ? എല്ലാത്തിനും വാറന്റി വരുന്നതാ. എത്ര വരും വാറന്റി? 1 ഇയർ. എല്ലാ പമ്പ് സെറ്റിനും 1 ഇയർ ആണ്. 1 ഇയർ വാറന്റി. അപ്പൊ ഇതിന്റെ പ്രൈസ് ഏകദേശം ഒരു 3,000 ആണ് വരിക. അതോടൊപ്പം സബ്സിഡിയിൽ വരുമ്പോൾ കുറച്ചുകൂടി പ്രൈസ് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. 3,000 ആണ് നോർമൽ റേറ്റ് വരുന്നത്. ഏകദേശം ഒരു പ്രൈസ് വരും. നമ്മളിപ്പോ റെഡി ക്യാഷിൽ വാങ്ങുകയാണെങ്കിൽ 3,000 ആണ് വരുന്നത്. അതെ. സബ്സിഡി വരുമ്പോഴത്തേക്ക് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഇതിന് നമുക്ക് 50%ഓളം സബ്സിഡി കിട്ടും. പിന്നെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഈ സബ്സിഡിയുടെ കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? നമുക്ക് സബ്സിഡിയുടെ കാര്യം നമ്മളാണ്, നമുക്ക് രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കും. പിന്നെ ഗവൺമെന്റ് ആണ് നമുക്കത് ചെയ്ത് തരാം. അതുപോലെ തന്നെ നമുക്ക് കസ്റ്റമർക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് അക്ഷയ ത്രൂവും ചെയ്യാനായിട്ട് പറ്റും. രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ബാക്കി ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉള്ള കസ്റ്റമേഴ്സ് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം, ക്ലിയർ ചെയ്ത് കൊടുക്കാം. എല്ലാ കാര്യങ്ങളും കൊടുക്കാം. നമുക്ക് അടുത്ത് നോക്കിയാലോ? പിന്നെ വരുന്നത് 1 HP മോട്ടറാണ് ഫിയറുടെ തന്നെ. ഇത് വരുന്നത് നമുക്ക് കിണറ്റിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പമ്പ് സെറ്റ് ആണ്. ഇത് പക്ഷെ കിണറ്റിൽ ഇറക്കി വെക്കാനായിട്ട് പറ്റില്ല, വെള്ളത്തിൽ ഇറക്കി വെക്കാനായിട്ട് പറ്റില്ല, കരയിൽ വെച്ചിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇതാണെങ്കിൽ നമുക്ക് വെള്ളത്തെ ഇറക്കി വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് രണ്ടും വെള്ളത്തിൽ ഇറക്കി വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. 1.5 HP 1 HP ഒക്കെ മോട്ടർ വരുന്ന
വ്യത്യാസം വരുന്ന പമ്പ് സെറ്റുകളാണ്. അത് വരുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന മോഡൽ വരുമ്പോൾ പ്രൈസ് എങ്ങനെ വരുന്നുണ്ട് സ്റ്റാർട്ടിങ്? കിണറിൽ ഇറക്കി വെക്കണമെങ്കിൽ ഏകദേശം ഒരു 10,000 ആ റേഞ്ചാണ് വരിക അല്ലേ? സബ്സിഡി 50% 50% സബ്സിഡി ഉണ്ടാവും. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കിസാൻ ക്രാഫ്റ്റിന്റെ സ്പ്രേയറുകളാണ്. നമുക്കൊരു 1000 രൂപ തൊട്ടൊക്കെ സ്റ്റാർട്ടിങ് വരുന്ന ഒരു 3 ലിറ്റർ 5 ലിറ്റർ ഒക്കെ തൊട്ട് സ്റ്റാർട്ടിങ് വരുന്ന സ്പ്രേയറുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഇരിക്കുന്നത് ഒരു 18 ലിറ്ററിന്റെ ഡബിൾ മോട്ടർ വരുന്ന സ്പ്രേയറാണ്. ഈ മെഷീനൊക്കെ നമുക്ക് സബ്സിഡി വരുന്നുണ്ട്, 18 ലിറ്ററിൻ്റെ ഒക്കെ സബ്സിഡി വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന സ്പ്രേയറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 12 ലിറ്റർ തൊട്ടൊക്കെയാണ്. 12, 16 അതിലൊക്കെ നമുക്ക് ബാറ്ററിയിലും സ്പ്രേയറുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. 12 ലിറ്റർ വരുമ്പോൾ നമുക്ക് സബ്സിഡി അവൈലബിൾ അല്ലേ? സബ്സിഡി അവൈലബിൾ അല്ല. ഈ ഒരു മോഡലിലാണ് ഇപ്പോൾ കറന്റ് സബ്സിഡി അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഫ്യൂച്ചറിൽ ചിലപ്പോൾ മറ്റേതും സബ്സിഡി വന്നേക്കാം. നമുക്ക് ആ സമയത്ത് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നോക്കിയപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഈ 18 ലിറ്ററിന്റെ നമ്മൾ അടുത്തിരിക്കുന്ന കിസാൻ ക്രാഫ്റ്റിന്റെ ഇതിന് എത്രയാണ് പ്രൈസ് വരുന്നത്? ഇതിന് ഏകദേശം ഒരു 3300 പ്രൈസ് വരിക. സബ്സിഡിയിൽ വരുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ ആവാൻ ചാൻസ് ഉണ്ട്. എന്നാലും അതിൽ 50% നമുക്ക് കിട്ടുമല്ലോ, സബ്സിഡി കിട്ടും. പിന്നെ പെട്രോളിന് അല്ല ബാറ്ററിയുടെ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്? ബാറ്ററി മാത്രമല്ല, ബാറ്ററി മാനുവലും വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ മാനുവൽ മാത്രം വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ പെട്രോളും വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ പലതരത്തിൽ വർക്ക് ചെയ്യുന്ന സ്പ്രേയറുകൾ അവൈലബിൾ ആണ്. അതെ, കാർഷിക ആവശ്യങ്ങൾക്കുള്ള എല്ലാത്തിനും സ്പ്രേയർ അവൈലബിൾ ആണ്. അപ്പൊ അടുത്തത് വരുന്നത് ചെയിൻസോ ആണ്. ചെയിൻസോ നമുക്ക് എന്താ പറയുക, ചെറിയ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന കൂട്ടുള്ള ചെയിൻസോ അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ അടുത്തിരിക്കുന്നത് 2 സ്ട്രോക്ക് ഒരു 56 cc വരുന്ന 3.7 HP വരുന്ന ഒരു നമ്മുടെ ചെയിൻസോ ആണ്. ഇത് നമുക്ക് നല്ല എന്താ പറയുക മരങ്ങളും സംഭവങ്ങളൊക്കെ കട്ട് ചെയ്യാൻ പറ്റുന്ന ചെയിൻസോ ആണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റമർക്ക് വേണമെങ്കിൽ റെന്റിനും കാര്യങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് വരുന്നത്. കിസാൻ ക്രാഫ്റ്റിന്റെ ആണ് വരുന്നത്. ഓക്കെ, ഇതിന്റെ പ്രൈസ് എങ്ങനെ വരുന്നുണ്ട്? പ്രൈസ് നമുക്ക് ഏകദേശം ഒരു 9,000 ആണ് പ്രൈസ് വരിക. പിന്നെ സബ്സിഡി സ്കീമിൽ വരുമ്പോൾ കുറച്ചുകൂടി കൂടുതലാവും. ഓക്കെ, 9,000 ആണ് വരുന്നത്. 9,000 ആണ് വരുന്നത്. നമ്മൾ റെഡി ക്യാഷ് ആണെങ്കിൽ 9,000 EMI കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാമല്ലോ. ചെയ്യാം. നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ബജാജിന്റെ കാർഡ് ഉള്ളവർക്ക് EMI കിട്ടും. അതുപോലെ തന്നെ EMI-യും സബ്സിഡിയും ഒരുമിച്ച് കിട്ടത്തില്ല. ഇതിന്റെ വാറന്റി എങ്ങനെയാണ് വരുന്നത്? ഇതിനും 6 months ആണ് വാറന്റി വരുന്നത്. അടുത്തത് വരുന്നത് നമുക്ക് ലാഡറുകളാണ്. ഇതിപ്പോൾ A ടൈപ്പ് ലാഡറാണ് വരുന്നത്, ഒരു 6 അടി വരുന്നതാണ്. അപ്പോൾ ലാഡറിൽ നമുക്ക് പലതരത്തിലുള്ള ലാഡറുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതും പല ഹൈറ്റിൽ വരുന്നത്. അതേപോലെ തന്നെ മൾട്ടി ഫോൾഡിങ് ലാഡറുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ന്യൂജൻ ടെക്നോളജി വെച്ച് വരുന്ന സംഭവങ്ങൾ അത് നമുക്കിങ്ങനെ എന്താ പറയുക ഫോൾഡ് ചെയ്ത് ചെറിയൊരു രീതിയിലേക്ക് ആക്കാനും പറ്റും. നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം വലുതാക്കി എത്ര ഇതിൽ വേണമെങ്കിലും ഇപ്പോൾ ഒരു 12 അടിയോ 14 അടിയൊക്കെ വരുന്ന മൾട്ടി ഫോൾഡിംഗ് ലാഡറുകളൊക്കെ അവൈലബിൾ ആണ്. ഈ ലാഡർ നമുക്ക് സബ്സിഡിയിൽ വരുന്നത് തന്നെയാണ്. ഇത് വരുന്നത് നമുക്ക് 6 അടിയാണ് വരുന്നത്. ഇതിന്റെ പ്രൈസ് ഏകദേശം വരുമ്പോൾ ഒരു 4,900 പ്രൈസ് വരിക. 4,900. ഇതിനും സബ്സിഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. സബ്സിഡി വരുമ്പോൾ ചെറിയ വ്യത്യാസം വരുന്നത് മാത്രം. നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിനും അങ്ങനെ വരുമല്ലോ. അതുപോലെ തന്നെ 6 അടി കഴിഞ്ഞ പിന്നെ ഇവിടെ 10 അടി വരുന്നുണ്ട്. അതിന് ഏകദേശം ഒരു 10,000 ആ റേഞ്ചാണ് വരിക. പിന്നെ പറഞ്ഞ പോലെ തന്നെ മൾട്ടി ഫോൾഡിംഗ് ലാഡർ ആണെങ്കിൽ അത് നമുക്ക് 12 അടി തൊട്ടാണ് സ്റ്റാർട്ടിങ് വരിക. 12 അടിയാണ് നമുക്ക് കുതിര പോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 3 അടി ഹൈറ്റ് വരും. അതിന്റെ പ്രൈസ് വരെ ഏകദേശം ഒരു 12,500 അതിന്റെ പ്രൈസ് വരാം. അതിന് തന്നെ 14 അടി ഉണ്ട്. ടോട്ടൽ 14 അടി വരുന്ന ലാഡർ ആണെന്നുണ്ടെങ്കിൽ അതിനും ഏകദേശം ഒരു 14,500 പ്രൈസ് വരാം. എല്ലാത്തിനും സബ്സിഡി കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ്. അപ്പൊ അടുത്ത് നമ്മൾ അർബാനകളാണ് പറയുന്നത്. ഇത് അഗ്രികാർട്ട് എന്ന് പറയുന്ന കമ്പനിയുടെ ആണ്. നല്ല ക്വാളിറ്റി ഉള്ള അർബാനകളാണ് വരുന്നത്. അത് നമുക്ക് സിംഗിൾ വീൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡബിൾ വീൽ വരുന്നുണ്ട്. സിംഗിൾ വീൽ ആണെങ്കിൽ പ്രൈസ് വരെ ഏകദേശം ഒരു 3,900 പ്രൈസ് വരിക. അപ്പം മാർക്കറ്റിൽ നമുക്ക് ഇതിനും കുറഞ്ഞ പ്രൈസിന് നമുക്ക് അർബാനിൽ കിട്ടാനുണ്ടാവും. പക്ഷെ ഇത് നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ളതാണ് കൊടുക്കുന്നത് മാത്രം. ക്വാളിറ്റി കുറഞ്ഞ് നമ്മൾ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ വരുന്നത് നമ്മുടെ ഡബിൾ വീലിനാണ്. ഡബിൾ വീലിനാണെങ്കിൽ ഒരു 5,900. അപ്പോൾ ഇതിന്റെ കപ്പാസിറ്റി വരുന്നത് 16 kg ആണ് കപ്പാസിറ്റി വരുന്നത്. സിംഗിൾ വീൽ ആണെങ്കിലും ഡബിൾ വീൽ ആണെങ്കിലും കപ്പാസിറ്റി വരുന്നത് 16 kg ആണ്. അപ്പോൾ അടുത്ത് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഒരു ലാഡറാണ്. നമ്മുടെ ഫൈബറിന്റെ അടിപൊളി ക്വാളിറ്റി വരുന്ന ഒരു ലാഡറാണ്. ഈ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ എന്താ പറയുക കുരുമുളക് അങ്ങനെയുള്ള മരങ്ങളിലേക്ക് കയറി കുരുമുളക് കൂട്ടിയാനായിട്ട് യൂസ് ചെയ്യുന്ന അടിപൊളി ലാഡറാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ സംഭവം എന്താ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇതേപോലെ 2 ഇതായിട്ടാണ് വരിക. ഇത് നമുക്ക് കാണാം, ഈ ഒരു 2 സംഭവമായിട്ടാണ് വരിക. ഇത് നമുക്ക് ജോയിൻറ്റ് ചെയ്തിട്ട് ഹൈറ്റ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഇത് ഹൈറ്റ് കൂട്ടാൻ പറ്റും. ഇതിപ്പോൾ ഒരു 18 അടിയുടെയാണ് വരുന്നത്. ഇനി ഇതിൻ്റെ തന്നെ നമുക്ക് 20 അടി 24 അടി ഒക്കെ വരുന്ന ലാഡറുകൾ അവൈലബിൾ ആണ്. ഓക്കെ, ഇത് അതായത് അപ്പോഴത്തേക്ക് ഇതിൻ്റെ എണ്ണം കൂടുകയാണോ ചെയ്യുന്നത്? അല്ല, ഈ 2 തന്നെയാണ് വരിക. 2ന്റെ ഹൈറ്റ് കൂടും. അപ്പോൾ ഇത് വരുന്നത് 16 അടിയാണ്. പിന്നെ 16 കഴിഞ്ഞാൽ നമുക്ക് 20 വരുന്നുണ്ട്, 24 വരുന്നുണ്ട്, പിന്നെ നമുക്ക് 32 വരെ വരുന്നുണ്ട്. 32 പക്ഷേ നമുക്ക് സബ്സിഡി ഉണ്ടാവില്ല. 24 വരെയാണ് നമുക്ക് സബ്സിഡി സ്കീമിൽ വരിക. 32 വരെയുള്ള ഇതേപോലെയുള്ള നമ്മുടെ ലാഡറുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് ഏകദേശം ഒരു 6,500 ആ ഒരു റേഞ്ചാണ് വരിക. 16 അടിക്ക് അല്ലേ? 16 അടി. സബ്സിഡി വരുമ്പോൾ കുറച്ച് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുന്ന മാത്രം. എന്നാലും നമുക്കൊരു സബ്സിഡി കൂട്ടാണെന്നുണ്ടെങ്കിലും 3,500 4 രൂപയ്ക്കൊക്കെ നമുക്ക് ഈ ഒരു സംഭവം കിട്ടുന്നുള്ളതാണ്. വെയിറ്റ്ലെസ് ആണല്ലേ ഇത് മെറ്റീരിയൽ വരുന്നത്? അതും ഈ ഒരു വെയിറ്റ് വരുന്നുള്ളൂ. നമുക്ക് ഒരാൾക്ക് ഇത് ഈസി ആയിട്ട് ഇങ്ങനെ
തൂക്കി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വെയിറ്റേ വരുന്നുള്ളൂ. വീട്ടിൽ ലേഡീസിനായിരുന്നാലും ഉപയോഗിക്കാൻ പറ്റും. കാരണം ഫൈബർ ആണ് വരുന്നത്, അതുകൊണ്ട് തന്നെ ലൈറ്റ് വെയിറ്റ് ആണ്. എന്നാൽ ക്വാളിറ്റി ഉണ്ട്. നമുക്കൊരു 100 കിലോ ഒക്കെ വരുന്ന ആൾ വേണമെങ്കിലും ഇതിൽ ഈസി ആയിട്ട് കയറാനായിട്ട് പറ്റും. നമുക്ക് ഇതൊന്ന് ജോയിൻ ചെയ്ത് നോക്കിയാലോ? ജോയിൻ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ കുരുമുളക് പൊട്ടിക്കാനായിട്ടുള്ള മരമുണ്ട്, നമുക്ക് വേണമെങ്കിൽ അത് കയറി കാണിച്ചു തരാം. അപ്പോൾ ഇത് ജോയിൻ ചെയ്യുന്ന പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമുക്ക് ഇത് 2 സെറ്റ് ഇതായിട്ടാണ് വരിക. ഇത് നമ്മളിതാ ഈ ഒരു ഇതിലേക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് 2 ഹോളുകൾ കാണാം. ഇതേപോലെ നമ്മൾ വയ്ക്കുക, 2 ഹോളുകൾ കാണാം. അതിനുശേഷം നമ്മൾ ഈ ഒരു സംഭവം ഇതിലേക്ക് ഇറക്കി കൊടുക്കുക. അപ്പുറത്തും അതേപോലെ തന്നെ ഇറക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ സാധാരണ നട്ട് ബോൾട്ടും ടൈറ്റ് ചെയ്യുന്ന പോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളാണ്. അപ്പുറത്തും നമ്മൾ അതുപോലെ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതേപോലെ നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടി ടൈറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് നമുക്ക് ജസ്റ്റ് സ്പാനർ വെച്ച് നന്നായി ഒന്ന് ടൈറ്റ് ആയി നിൽക്കാൻ വേണ്ടിയിട്ട് സ്പാനർ വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസ്മെൻറ്റ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ 2 എന്താ പറയുക, ഒരു കുളത്ത് പോലെ സംഭവങ്ങൾ കാണാം. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് മണ്ണിലേക്ക് ജസ്റ്റ് ഇറങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇളകാതിരിക്കാനും നമ്മൾക്ക് വേണ്ടി ജസ്റ്റ് ഒരു ലോക്കിംഗ് സിസ്റ്റം പോലെ വെച്ചിരിക്കുന്നതാണ്. അതുപോലെ ടോപ്പിൽ നമുക്ക് ഇതേപോലെ ഒരു സംഭവമാണ് വരിക. ഇത് നമുക്ക് മരത്തിൻ്റെ സൈസ് അനുസരിച്ചിട്ട് വലുതാക്കാനും ചെറുതാക്കാനും പറ്റുന്നതാണ്. അപ്പോൾ ഒരു ലോക്ക് പോലെ മരത്തിന് ഹഗ് നിൽക്കണ പോലെ ഒരു ലോക്ക് പോലെ ഇത് പ്രവർത്തിക്കുന്നതാണ്. അങ്ങോട്ട് മറിയാതിരിക്കാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് മരത്തിനെ കെട്ടിപ്പിടിക്കുന്ന പോലെ. അതെ, ഇതിൽ ജസ്റ്റ് ഇങ്ങനെ ചരിക്കുക. അപ്പോൾ നമ്മളിത് ഇപ്പോൾ ഇവിടെ ഇത് ചാരി വെച്ചിട്ടുണ്ട്. അടിയിൽ ജസ്റ്റ് ലോക്ക് ചെയ്തിട്ടുണ്ട്. മുകളിലും അതേപോലെ തന്നെ നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കയറുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ട് ഇതേപോലെ നമുക്ക് കയറി പോകാനായിട്ട് പറ്റും. ഇപ്പോൾ ഡെയിലി കയറുന്നവർക്ക് പ്രാക്ടീസ് ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കയറാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം കയറുമ്പോൾ ചിലപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ ഇതേപോലെ നമുക്ക് ഈസി ആയിട്ട് കയറാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഇതേപോലെ കുരുമുളക് സംഭവങ്ങളൊക്കെ പൊട്ടിക്കാനായിട്ട് പറ്റും. ഇത് പിന്നെ പൊട്ടിക്കുന്നില്ല, ആവാത്ത കാരണം പൊട്ടിക്കുന്നില്ല. ഇതേപോലെ നമുക്ക് ഇതിപ്പോൾ ഒരു 18 അടിയാണ്. ഇതിൻ്റെ തന്നെ 20 അടി 24 അടി ഒക്കെ അവൈലബിൾ ആണ്. ഇത് പിന്നെ നമുക്ക് ഡൗട്ട് ഉണ്ടാവുക ഇതിൽ നമുക്ക് എത്ര വെയിറ്റ് വരെ താങ്ങാൻ പറ്റുന്നൊക്കെയാണ്. ഇപ്പം എനിക്ക് ഏകദേശം ഒരു 65 കിലോളം വെയിറ്റ് ഉണ്ട്. ഒരു 100 കിലോളം വെയിറ്റ് വരുന്ന ആൾക്ക് വേണമെങ്കിൽ ഇതിൽ ഈസി ആയിട്ട് കയറാനായിട്ട് പറ്റും. സിമ്പിളായിട്ട് 100 കിലോ വരെ കയറാൻ പറ്റും. നല്ല ക്വാളിറ്റി ഫൈബർ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഷോക്ക് അടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളും പേടിക്കേണ്ട കാര്യമില്ല. ഇത് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്നതാണോ? ഡെലിവറി ഉണ്ട്. ഓൾ കേരള നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓൾ കേരള ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ അവിടെയുള്ള എല്ലാ മെഷീൻസിനും സംഭവമായാലും കൊറിയർ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡെലിവറി കാര്യങ്ങളുണ്ട്. പക്ഷേ ഡെലിവറിക്ക് ചാർജ് ഉണ്ടായിരിക്കുന്നു മാത്രം. ഡെലിവറി അല്ല, എക്സ്ട്രാ വരും അല്ലേ? ഡെലിവറി ചാർജ് എക്സ്ട്രാ ഉണ്ടാവും, ഫ്രീ ഡെലിവറി അല്ല. എന്നാലും നമുക്ക് ഡെലിവറി എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പോൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു തോട്ടിയാണ്. ഇതാണ് സംഭവം. നമുക്ക് ഫൈബറിൽ വരുന്നൊരു തോട്ടിയാണ്. ഇത് ടോട്ടൽ ഹൈറ്റ് വരെ 18 അടിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഏകദേശം ഒരു ചെറിയ തോട്ടിയായിട്ട് തോന്നാം. ഇപ്പോൾ 7 അടിയാണ് ഇതിൻ്റെ ഹൈറ്റ് ഉള്ളത്. എക്സ്പാൻഡ് ചെയ്ത് ഒരു 18 അടി വരെ ഈ ഒരു തോട്ടിക്ക് ഹൈറ്റ് എത്തിക്കാൻ പറ്റും. ഇതിന് തന്നെ 18 അടി എത്തിക്കാൻ പറ്റും. കാരണം നമുക്ക് ഇവിടെ ഒരു സിസ്റ്റം വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു സംഭവം ലൂസ് ചെയ്ത് ഇത് മുകളിലോട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രയാണ് ഹൈറ്റ് വേണ്ടത് അതിനനുസരിച്ച് ടൈറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 7 അടി തൊട്ട് 18 അടി വരെയുള്ള ഏത് ഹൈറ്റിലും നമുക്ക് ഈ ഒരു തോട്ടി യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ തന്നെ 18 അടി മാത്രമല്ല, നമുക്ക് 24 അടിയും തോട്ടി അവൈലബിൾ ആണ്. 18ഉം 24ആണ് ടോട്ടൽ ഹൈറ്റ് വരെ വരുന്ന തോട്ടി ഉള്ളത്. ഇതും സെയിം നമ്മുടെ ഫൈബറാണ് വരുന്നത്. ഇതും ഫൈബറാണ് വരുന്നത്. ഷോക്ക് അടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നിങ്ങൾക്ക് പിടിക്കുന്ന തന്നെ മനസ്സിലാവും, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അതിനോടൊപ്പം തന്നെ ഈ ഒരു 3 അറ്റാച്ച്മെന്റ് നമുക്ക് കിട്ടുന്നതാണ്. ഇതിനോട് കൂടെ കിട്ടുന്നത് തന്നെയാണ് ഇതാ നമ്മുടെ നോർമൽ ആയിട്ടുള്ള അരിവാൾ തോട്ടി ഉണ്ട്. നമുക്ക് തേങ്ങ സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ കുത്തിടാനായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് വരുന്നത് നമുക്ക് ചെറിയ മരക്കൊമ്പുകൾ സംഭവങ്ങളൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ടാണ്. ചില്ലകൾ കട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സംഭവമാണ്. നല്ല മൂർച്ചയാണ്. ചെറിയ സംഭവമാണെങ്കിലും ഭയങ്കര യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ ഇത് വരുന്നത് ഫ്രൂട്ട് പ്ലക്കറാണ്. നമ്മൾ ഈ മറ്റേ മാങ്ങ അതുപോലെ തന്നെ പപ്പായ സംഭവങ്ങളൊക്കെ നമുക്ക് നിലത്ത് വിടാതെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. ഇതൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഈ കഴിഞ്ഞ നമ്മുടെ എന്താ പറയുക മാങ്ങയുടെ സീസണിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മേടിച്ചിട്ടുള്ള സംഭവമാണ് നമ്മുടെ അടുത്ത് ഈ തോട്ടി. കാരണം ഭയങ്കര യൂസ്ഫുൾ ആണ്, ലൈറ്റ് വെയിറ്റും ആണ്. പിന്നെ ഇതിനും സബ്സിഡി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇതിനും സബ്സിഡി ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ 18 അടിയുടെ തോട്ടിയാണെങ്കിൽ ഇതിന്റെ പ്രൈസ് വരെ ഏകദേശം ഒരു 4,750 ഒക്കെയാണ് വരിക. 4,750 സബ്സിഡിയിൽ വരുമ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. എന്നാലും നമുക്ക് ഒരു 50% സബ്സിഡികൾ കിട്ടുമ്പോൾ ഏകദേശം ഒരു 2,000-2,500 രൂപയ്ക്ക് തന്നെ ഈ സംഭവം വാങ്ങാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിന്റെ തന്നെ നമ്മൾ 24 അടി ആണെങ്കിൽ അതിനൊരു 5,200 ആ റേഞ്ചാണ് വരിക. അത് നമുക്കൊരു 3,000-3,500 രൂപയ്ക്കുള്ളിൽ മേടിക്കാൻ പറ്റും, വാങ്ങാൻ പറ്റും. ഇത് നമ്മൾ ഡെലിവറി ചെയ്യാൻ പറ്റും. ഡെലിവറി ചെയ്യാൻ പറ്റും. നമ്മുടെ ഇവിടെ എല്ലാ സംഭവങ്ങളും ഡെലിവറി അവൈലബിൾ ആണ്. ഫ്രീ ഡെലിവറി അല്ല എന്ന് മാത്രം, നമുക്ക് ഡെലിവറി ചാർജസ് ഉണ്ടായിരിക്കും. ഈ 3 അറ്റാച്ച്മെന്റും ഏത് തോട്ടി വാങ്ങിയാലും അതിന്റെ കൂടെ വരുന്നതാണ്. അതെ,
24-ഒപ്പം ഈ സെയിം 3 അറ്റാച്ച്മെന്റ് തന്നെയാണ് വരിക. വരിക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇവിടെയാണ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു സംഭവം വരിക. അപ്പോൾ ഇവിടെ നമുക്ക് ഇതുപോലെ എക്സ്പാൻഡ് ചെയ്ത് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇപ്പോൾ ഇത്ര ഒരു ഹൈറ്റ് കിട്ടും. ഈ ഒരു ഹൈറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 12 അടിയോളം എത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വീണ്ടും നമുക്കിത് ഹൈറ്റ് കൂട്ടി കൊടുക്കാൻ പറ്റും. വീണ്ടും ഹൈറ്റ് കൂട്ടാം. അപ്പോൾ നമുക്ക് ടോട്ടൽ ഒരു 18 അടി വരെ ഇത് വരും. നമ്മൾ ഏകദേശം ഇത്ര വെച്ചിട്ട് ഒന്ന് ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഹൈറ്റ് എത്രയാണോ അതിനനുസരിച്ച് കയറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ടൈറ്റിങ് സിസ്റ്റമാണ് വരുന്നത്. അപ്പോൾ ഇതിവിടെ ടൈറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം ഏകദേശം നമുക്ക് മുകളിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഫുൾ ഹൈറ്റിലാണ് വരുന്നത് അല്ലേ? ഇതിപ്പോൾ ഫുൾ ഹൈറ്റ് അല്ല, കുറച്ചുകൂടി ഹൈറ്റ് കൂട്ടാം. ഇനിയും ഹൈറ്റ് കൂട്ടാം. ഞാൻ ഏകദേശം ഒരു ഹൈറ്റ് വെച്ചേ ഉള്ളൂ. ഓക്കെ. ഇങ്ങനെയാണ് ഇത് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിനി അറ്റാച്ച്മെന്റ് നമുക്ക് ഏതാണോ വെക്കേണ്ടത്. ഇപ്പം നമുക്ക് ഫ്രൂട്ട് പക്കർ വെച്ച് നോക്കാം. ഇവിടെ നമുക്കിങ്ങനെ ഇറക്കി കൊടുക്കാം. ഇവിടെ നമുക്കൊരു ഹോള് ഇതിൽ കാണാം. ഇതിൽ തന്നെ ഒരു ഹോൾ ഉണ്ടാവും, ഇതുമേ ഒരു ഹോൾ ഉണ്ടാവും. അതിൽ നമ്മൾ ഇത് എന്താ പറയുക നന്നായി ടൈറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സംഭവം വരുന്നത് നമ്മൾ ആദ്യം അയച്ചതാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിത് വെക്കുക, ജസ്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മാക്സിമം ടൈറ്റ് ചെയ്ത് കൊടുത്താൽ പിന്നെ തരങ്ങില്ല. അതിനുശേഷം ഇതും നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇതും ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡബിൾ ലോക്കാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇങ്ങനെയാണ് മാമ്പഴമൊക്കെ പൊട്ടിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതൊരു ബ്ലേഡ് പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ മാമ്പഴത്തിൻ്റെ ഞെട്ടി നമ്മൾ ജസ്റ്റ് ഇതിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വലിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് പൊട്ടി നേരെ ഇതിലേക്ക് വിടുന്നതാണ്. തറയിൽ പോകില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ മാമ്പഴം സംഭവമൊക്കെ പൊട്ടിച്ചെടുക്കുന്നത് ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഏകദേശം നല്ല ഹൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഹാൻഡിൽ ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ കണ്ടോ നമുക്കൊരു ബുദ്ധിമുട്ടില്ല, അത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഫൈബറാണ്, നമ്മൾ PVC പൈപ്പ് പോലെ വളഞ്ഞു പോകത്തോ അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല? അങ്ങനെയൊന്നുമില്ല, നല്ല ക്വാളിറ്റി ഫൈബറാണ് വരുന്നത്. PVC ഒക്കെ ആകുമ്പോൾ അത്രയും ലൈറ്റ് വെയിറ്റ് ആയിരിക്കുമല്ലോ, ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, കനം കുറവായിരിക്കും. നമ്മൾ ഹൈറ്റ് കൂടുന്തോറും ഇത് വളയാനുള്ള ഇതിങ്ങനെ ഉണ്ടാവത്തില്ല അല്ലേ ഇതിൽ? ഇല്ല ഇത് നമുക്ക് കണ്ട നമ്മളിപ്പോൾ അല്ല നമ്മൾ PVC പൈപ്പ് ആണെങ്കിൽ ഈ ഹൈറ്റ് വരുമ്പോഴത്തേക്ക് സാധാരണ വളഞ്ഞു പോകാറുണ്ട്. അതെ ഇത് ഇത്രയും ഹൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് വളഞ്ഞു പോകില്ല. കാരണം ഇതിലൊന്നും കൂടിയും കട്ടി കൂടുതലാണല്ലോ, ഫൈബറാണ് വരുന്നത്. ഒന്നൊരു കട്ടിയുള്ള ഫൈബറാണ്, ക്വാളിറ്റി ഫൈബറാണ്. പിന്നെ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒറ്റ ഇതല്ലല്ലോ, നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ സംഭവം നമുക്ക് ഇതേപോലെ അറ്റാച്ച്മെന്റും വരുന്നുണ്ട്. നമുക്ക് ഈ 3 അറ്റാച്ച്മെന്റും അതോടൊപ്പം വെക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു 18 അടിയിലെ നമ്മുടെ തോട്ടിയുടെ വില വരുന്നത് ഒരു 4,750 ഒക്കെയാണ്. അപ്പോൾ നമുക്ക് സബ്സിഡി സ്കീമിൽ വരികയാണെങ്കിൽ കുറച്ചൊരു വില വ്യത്യാസം ഉണ്ടാവും, കുറച്ച് കൂടുതലായിരിക്കും. എന്നാലും നമുക്കൊരു 2,500-നൊക്കെ നമുക്കിത് മേടിക്കാനായിട്ട് പറ്റും. സബ്സിഡി കഴിയുമ്പോഴത്തേക്ക് 2,500-3 ഉള്ളിലൊക്കെ മേടിക്കാൻ പറ്റും. ഈ 18 അടി 18 അടിയുടെ അതിന്റെ തന്നെ 24 അടി ആണെങ്കിൽ നമുക്കൊരു 5,250 ഒക്കെയാണ് ഏകദേശം ഒരു റേഞ്ച് വരുന്നത്. അത് നമുക്ക് സബ്സിഡിയിൽ മേടിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു 3,000 രൂപയ്ക്കൊക്കെ തന്നെ മേടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ ഭയങ്കര യൂസ്ഫുൾ ആണ്. നമ്മുടെ ഈ കഴിഞ്ഞ സീസണിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മുടെ അടുത്ത് സെയിൽ പോയിട്ടൊരു സംഭവമാണ്. അതെ ഒരു വീട്ടിൽ അത്യാവശ്യമായിട്ട് വാങ്ങിച്ചു വെക്കേണ്ട ഒരു പറമ്പ് കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുരുമുളക്, മാങ്ങ, പപ്പായൊക്കെ ഉള്ളവരാണെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതൊക്കെ ഈസി ആയിട്ട് പ്ലക്ക് ചെയ്തെടുക്കാനും കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കും എന്നുള്ളതാണ്. ലോ വെയിറ്റും കുറവാണ്, നമുക്കിപ്പോൾ വയ്ക്കാൻ ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണ്. പിന്നെ നമുക്കിത് വെക്കാനായിട്ട് വലിയ സ്ഥലം വേണ്ട, ചെറുതാക്കി 7 അടിയിൽ നമുക്ക് എവിടെയെങ്കിലും എടുത്ത് വെക്കാനായിട്ട് പറ്റും. തുരുമ്പെടുക്കുന്നൊന്നും അങ്ങനെയൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരു കർഷകരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് അഗ്രികൾച്ചർ മെഷീൻസ് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ മെഷീൻ ഹബിനെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കാരെങ്കിലേക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിച്ചേക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ കാർഷിക ഉൽപ്പന്നങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് മെഷീൻസും നമുക്ക് ചെയ്തു തരാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളിന്ന് ഈ വീഡിയോയിൽ കണ്ടതും കാണാത്തതുമായിട്ടുള്ള എല്ലാ മെഷീൻസും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എല്ലാ മെഷീൻസും നമ്മൾ സബ്സിഡിയോട് കൂടിയിട്ടാണ് ചെയ്ത് നൽകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് റെഡി ക്യാഷ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് EMI-യോട് കൂടി മേടിക്കണമെന്നുണ്ടെങ്കിൽ ബജാജ് കാർഡിൻ്റെ സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബജാജ് ഫിനാൻസിൽ നിന്ന് നിങ്ങൾക്ക് EMI-യോട് കൂടി മെഷീൻസ് വാങ്ങാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളൊരു ചെറിയൊരു ഗീവ് അവേയുടെ കാര്യമാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫ് ഇൻ കേരള ചാനൽ നമ്മുടെ 2ാമത്തെ വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾക്ക് നമ്മുടെ ഭാഗത്ത് ചെറിയൊരു ഗീവ് അവേ ഒരു 18 അടിയുടെ തോട്ടിയാണ് നമ്മൾ എന്താ പറയുക ഗീവ് ആയിട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതിൽ ഒരു ഭാഗ്യശാലിക്കാണ് നമ്മുടെ തോട്ടി നമ്മൾ ഗീവ് ആയിട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. അത് നമ്മൾ കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആളെ സെലക്ട് ചെയ്ത് കേരളത്തിൽ എവിടെയുള്ള ആളാണെങ്കിലും നമ്മൾ കൊറിയർ വഴി അയച്ചു കൊടുക്കുന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് സബ്സിഡിയുടെ കാര്യങ്ങളോ സംഭവമൊക്കെ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ മെഷീൻസും സംഭവങ്ങളൊക്കെ ഡെലിവറി കാര്യങ്ങളുണ്ട്. ഡെലിവറി ചാർജസ് ഉണ്ടായിരിക്കുന്നു മാത്രം. നമുക്ക് ഓൾ കേരള സംഭവങ്ങളൊക്കെ ചെയ്തു തരാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ എന്തുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം.